നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിവാദമാണ് മെസ്സിയുടെ വരവ്. മെസ്സിയും അർജന്റീനിയൻ ടീമും കേരളത്തിലെത്തുമെന്നും കേരളത്തിലെ യുവ പ്രതിഭകളുമായി സംവദിക്കുമെന്നും അവർ ഇവിടെ ഒരു സൗഹൃദ മത്സരം നടത്തും എന്നുമൊക്കെയാണ് ഒരു സ്പോൺസർ എന്ന നിലയിൽ ഒരു ചാനൽ മുതലാളി രംഗത്ത് വരുന്നു. റിപ്പോർട്ടർ ചാനലാണ്. ആ റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിമാരാണ് ഇതുമായി രംഗത്ത് വരുന്നത്. അതിനുശേഷം മെസ്സിയെ കൊണ്ടുവരുന്നില്ല, മെസ്സി വരുന്നില്ല എന്ന അറിയിപ്പ് ലഭിക്കുന്നു. അത് ഈ വിൻഡോയിലല്ല, മറ്റേ വിൻഡോയിലാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് വിശദീകരണം നൽകുന്നു. പക്ഷേ മെസ്സി ഒരു വിൻഡോയിലും വന്നില്ല എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിന് വലിയ നാണക്കേട് ഉണ്ടാവുകയും ചെയ്തു. ഇത് അതിനുവേണ്ടി, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് മെസ്സിയുടെ ഒരു കളിക്ക് വേണ്ടി സ്റ്റേഡിയം നവീകരണത്തിനടക്കം ഈ സ്പോൺസർക്ക് സ്റ്റേഡിയം സംസ്ഥാന സർക്കാർ വിട്ടുകൊടുക്കുന്നു. പിന്നെ നവീകരണം എന്ന രീതിയിൽ എന്തൊക്കെയോ അവിടെ കാട്ടിക്കൂട്ടുന്നു. അവിടെ ഉണ്ടായിരുന്ന മരം മുഴുവൻ ഈ പറയുന്ന സ്പോൺസർ മുറിച്ചു കൊണ്ടുപോകുന്നു. ആ സ്പോൺസറുടെ പ്രധാനപ്പെട്ട ഒരു വിനോദ പരിപാടിയും ഇത് തന്നെയാണ്, വഴിയിൽ കാണുന്ന മരങ്ങളെല്ലാം മുറിക്കുക എന്നുള്ളത്. ഇത്തരത്തിൽ നെഹ്റു സ്റ്റേഡിയത്തിലെ മരങ്ങൾ പോലും മുറിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നു. ഇങ്ങനെ സ്റ്റേഡിയത്തിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വരുത്തുന്നു. പിന്നീട് സ്റ്റേഡിയം ചോർന്നൊലിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും വലിയ തട്ടിപ്പാണ് നടന്നത് എന്ന് വ്യക്തമായിരുന്നു. പക്ഷേ എന്താണ് തട്ടിപ്പ് എന്ന് വ്യക്തമായിരുന്നില്ല. എന്നാൽ ആ തട്ടിപ്പ് വളരെ കൃത്യമായി ഇപ്പോൾ സംസ്ഥാന കായിക മന്ത്രാലയം അക്കമിട്ട് പറയുന്നുണ്ട്. സംസ്ഥാന കായിക മന്ത്രാലയത്തിന് വേണ്ടി എൻ പ്രശാന്ത് IAS ആണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന്. അതായത് ഏതാണ്ട് 130 കോടിയോളം രൂപ മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കാൻ എന്ന പേരിൽ കേരളത്തിന് ഇല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയിട്ടുണ്ട്. രാജ്യത്തിനകത്തേക്ക് എത്ര രൂപ വേണമെങ്കിലും വരാം, പക്ഷേ രാജ്യത്തിന് പുറത്തേക്ക് അനധികൃതമായി ഒരു രൂപ പോലും പോകാൻ പാടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ താല്പര്യം. മാത്രമല്ല, അതിനുവേണ്ടി വളരെ കർശനമായ നിയമങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. രാജ്യത്തിന് പുറത്തേക്ക് പണം അയക്കണമെങ്കിൽ ഒട്ടനവധി കടമ്പകൾ കടക്കേണ്ടതുണ്ട്. എന്തിനാണ് ആ പണം, എന്തിനു വേണ്ടിയിട്ടാണ് ആ പണം പോകുന്നത്, അത് ജെനുവിൻ ട്രാൻസാക്ഷൻ ആണോ എന്നൊക്കെ പരിശോധിക്കാൻ ഇവിടെ ഒട്ടനവധി സംവിധാനങ്ങളുണ്ട്. കാരണം അത്രമാത്രം വളരെ പ്രധാനമാണ് രാജ്യത്തിന് പുറത്തേക്ക് പോകുന്ന പണം. രാജ്യത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി അത് പുറത്തേക്ക് കടത്തി അത് പുറത്തെ ബാങ്കുകളിൽ നിക്ഷേപിച്ച് ആവശ്യമുള്ളപ്പോൾ ഇങ്ങോട്ട് എത്തിക്കുക എന്നൊക്കെയുള്ള വലിയ കള്ളപ്പണ വ്യാപാരം നേരത്തെ നടന്നിരുന്നു. ആ കള്ളപ്പണ ഇടപാടുകൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വല്ലാതെ നശിപ്പിച്ചിരുന്നു എന്ന കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ കാലം മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം നിയന്ത്രണങ്ങളുണ്ട്. എന്നാൽ ഈ നിയന്ത്രണങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ടാണോ ഈ ചാനലിൻ്റെ മുതലാളി ഇത്തരത്തിലൊരു ഇടപാട് നടത്തിയത് എന്ന സംശയമാണ് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഇന്ന് രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇതിനകത്ത് മെസ്സിയുടെ പ്രതിഫലം, അർജന്റീനിയൻ ടീമിന് ഇവിടെ വരാനുള്ള പ്രതിഫലം എന്ന നിലയിൽ 130 കോടിയോളം രൂപ അത് കൊടുത്തിട്ടുണ്ട്. അത് ഒരു US ഏജൻസി വഴിയാണ് ഇത് കൊടുക്കുന്നത് എന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട അപ്രൂവൽ എടുത്തിരിക്കുന്നത്. എന്നാൽ ആ US ഏജൻസി സാമ്പത്തിക തട്ടിപ്പുകൾക്കും കള്ളപ്പണം വെളുപ്പിക്കലിനുമൊക്കെ പേരുകേട്ട കമ്പനിയാണെന്നും ഈ കമ്പനിക്കെതിരെ അമേരിക്കയിൽ ഒട്ടനവധി കേസുകളുണ്ട് എന്നുമൊക്കെയുള്ള വിവരങ്ങൾ ആ റിപ്പോർട്ടിലുണ്ട്. എന്ന് പറഞ്ഞാൽ കളിക്കാനുള്ള പണം പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞു. അത് കൊടുത്തു എന്ന് സ്പോൺസർ സമ്മതിച്ചിട്ടുമുണ്ട്. അത് ഈ ഘട്ടത്തിലല്ല, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിഷയം വിവാദമായപ്പോൾ സ്പോൺസർ തന്നെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളെ വിളിച്ചിരുത്തി ഇക്കാര്യം പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം, അതായത് ഈ 130 കോടി രൂപ പുറത്തേക്ക് കടന്നു. പിന്നെ അതിനുശേഷം രേഖകളില്ല. ഈ അർജന്റീനിയൻ ടീമും ഈ സ്പോൺസറും തമ്മിൽ എന്ത് എഗ്രിമെൻ്റാണ് ഉണ്ടാക്കിയത് സംബന്ധിച്ച രേഖകൾ സർക്കാരിൻ്റെ കയ്യിലില്ല. സ്പോൺസറും അതുപോലെ തന്നെ സർക്കാരും തമ്മിൽ എന്ത് രേഖകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, രേഖകളില്ല. മാത്രമല്ല, ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഇതിൽ എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചാൽ അതില്ല. ഇതിനെല്ലാം മറികടന്നുകൊണ്ട്, ബൈപ്പാസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ലോകോത്തര ടീം കേരളത്തിൽ വന്ന് ഈ പറയുന്ന സ്പോൺസറുടെ ചൊൽപ്പടിക്ക് നിൽക്കുക എന്നത് ആർക്കും ദഹിക്കാത്ത കാര്യമായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് കേരളത്തെ മുഴുവൻ വഞ്ചിക്കുകയായിരുന്നു. ഈ 130 കോടി രൂപ എവിടെ എന്ന ചോദ്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ റിപ്പോർട്ടിൽ ഇപ്പോൾ ഉന്നയിക്കുന്നത്. അത് കേന്ദ്ര ഏജൻസികളടക്കം അന്വേഷിക്കണം എന്നാണ് ശുപാർശ ആ റിപ്പോർട്ടിലുള്ളത്. കാരണം കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണയ വിനിമയ ചട്ടം, ഇതെല്ലാം അവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഗുരുതരമായ കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഒരു ഏജൻസി, ഒരു വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. തീർച്ചയായും ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്താൽ ED അടക്കമുള്ള സംവിധാനങ്ങൾ കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വിവാദ ചാനലിലടക്കം റെയ്ഡുകളും മറ്റ് പരിശോധനകളുമൊക്കെ നടക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും വലിയ സംശയം സംസ്ഥാന സർക്കാർ
സർക്കാരിൻ്റെ ഒരു വകുപ്പ് തന്നെ ഇക്കാര്യത്തിൽ ഉന്നയിച്ചിരിക്കുന്നു. മെസ്സി വരുമെന്ന് പറഞ്ഞു, കോടിക്കണക്കിന് രൂപ രാജ്യത്തിന് പുറത്തേക്ക് ഒഴുക്കി, പക്ഷേ മെസ്സി വന്നില്ല. ഈ തുക അർജന്റീനിയൻ ടീമിന് തന്നെയാണോ കിട്ടിയത്? അതിനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ പിന്നെ എങ്ങോട്ടാണ് ഈ പണം പോയത്? ആരുടെ അക്കൗണ്ടുകളിലേക്കാണ് പണം പോയത്? ഇത് മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ നേടിയ പണമാണോ? ആ പണം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമമായിരുന്നോ? ഇതൊക്കെയായിരിക്കും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുക. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ സ്പോൺസർ ഈ പറയുന്ന കള്ളത്തരവും പൊട്ടത്തരവും എല്ലാം കേരളത്തിനോട് വിളിച്ചു പറയുമ്പോൾ മൗനമായി ഇരുന്നു കൊണ്ട് അതെല്ലാം ശരിയാണ് എന്ന് സമ്മതിച്ചു കൊടുത്ത ഒരാളുണ്ട്. അത് അന്നത്തെ കായിക മന്ത്രിയായിരുന്നു, അന്നത്തെ സർക്കാരിൻ്റെ കായിക വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം ഇതെല്ലാം നടക്കും, ഇത് ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന തട്ടിപ്പുകാരൻ്റെ വാക്കുകൾക്ക് വലിയ വില കൊടുത്തിരുന്നു, വലിയ ആധികാരികത നൽകിയിരുന്നു. മാത്രമല്ല അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഇതിനെതിരെ ഒരു അക്ഷരം പോലും സംസാരിച്ചിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് വളരെ വ്യക്തമായി ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാമായിരുന്നോ, തട്ടിപ്പിനെക്കുറിച്ച് അറിയാമായിരുന്നോ, അദ്ദേഹവും ഇതിന് കൂട്ടുനിന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. പിണറായി വിജയൻ സർക്കാരിന് നേരെ, രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് നേരെ ഉയരുന്ന ഏറ്റവും വലിയ ആരോപണമായി ഇത് മാറാൻ പോവുകയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ വളരെ ഗുരുതരമായ കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്ന സംശയം ഒരു സർക്കാർ വകുപ്പ് തന്നെ ഉന്നയിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ ഇതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെ എന്ന് കേരളം കാത്തിരിക്കുകയാണ്.